ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലായിടവും മഴയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അടിപൊളിയായിട്ടുള്ള മഴയാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. മഴയോട് മഴ 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 അമ്പമ്പോ മഴയെന്ന് പറഞ്ഞാൽ മഴ. അപ്പോൾ ദേ ഈ മഴ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ സിറ്റൗട്ടിലൊക്കെ ഫുൾ ഇങ്ങനെ ഈച്ച ശല്യമാണ് കേട്ടോ. ഈച്ച ശല്യം നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ? ഇതിനെയൊക്കെ തുരത്താനുള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് തുടച്ചിട്ട് വെക്കാമെന്ന്. അപ്പോൾ ഒന്ന് തുടയ്ക്കുവാണ് കേട്ടോ. തുടച്ച് നനവുണ്ടായിരുന്ന സമയത്ത് ഇച്ചിരി നേരം കുറവുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ നനവൊക്കെ അങ്ങോട്ട് ഉണങ്ങി മാറിയതിന് ശേഷം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ടേ എല്ലായിടവും വെള്ളപ്പൊക്കവും ആയപ്പോൾ ഈച്ചകൾക്കൊന്നും ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് അങ്ങനെ ആണോ ഇങ്ങോട്ട് കയറിയെന്നൊന്നും ഒരു പിടുത്തവും കിട്ടണില്ല. എന്താണ് കാര്യമൊന്നും ഒരു പിടുത്തമില്ല. ഫുൾ ഈച്ചയാണ്. പക്ഷേ ഞാൻ ഈ ചക്ക സീസണൊക്കെ ആകുമ്പോൾ ഈച്ച വരുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ മഴപ്പരുവത്ത് ഇങ്ങനെ വരുമോ എന്നറിയില്ല. നിങ്ങളുടെയൊക്കെ അവിടെ ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈച്ച തുരത്താൻ എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ഞാനല്പം ഡെറ്റോൾ നമ്മളെ ഫ്ലോർ ക്ലീനറൊക്കെ ഉണ്ടല്ലോ, ലോഷനൊക്കെ, അതൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തേട്ടോ. തുടച്ചെടുത്ത സമയത്ത് ഇച്ചിരി ഒരു നനവുണ്ടായിരുന്ന അത്ര സമയം മാറി നിന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കും. ഞങ്ങൾ സുഖമായി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഒരു മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴ, ഇപ്പോൾ ഇച്ചിരി മഴ തോർന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ഈ അടുപ്പത്ത് തീയൊക്കെ കത്തിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ അടുപ്പിൻ്റെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തടുപ്പൊക്കെ ആകുമ്പോൾ ഉള്ളവരുടെ അവസ്ഥയൊക്കെ അതാണല്ലേ. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ എല്ലായിടമൊക്കെ ഒന്ന് തുടച്ചെടുത്തപ്പം അത്യാവശ്യം ഇച്ചിരി ഒരു മാറ്റമുണ്ട്, കണ്ടില്ല. ഇപ്പോൾ ഈച്ചയൊന്നും കാണാനില്ല. ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ വീണ്ടും പണി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞാൻ പിന്നെ അടുപ്പിലെ പണികൾ ഒതുങ്ങിയതിന് ശേഷം നമ്മുടെ ചൂടുള്ള കനലും ചാരവും എല്ലാം കൂടി അടുപ്പിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം അങ്ങനെ ചൂടിലിരിക്കുമ്പോൾ പിറ്റേന്ന് നമുക്ക് ഇത് വാരിയിട്ട് കത്തിക്കുമ്പോഴത്തേക്ക് വേഗം കത്തിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കണതാണ്. നിങ്ങളിങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ തുണികൾ ഉണക്കുന്നത് വലിയൊരു ടാസ്ക് അല്ലേ ഈ മഴപ്പരുവം. അപ്പോൾ നമ്മുടെ പുറത്താണ് കേട്ടോ, നമ്മുടെ ഈ വിറകടുപ്പിൻ്റെ ഒരു ഷെഡ് പോലെയുണ്ട്. അവിടെ പിന്നെ ഉണങ്ങാനൊക്കെ ഇങ്ങനെ ഇട്ടേക്കണതാണ് കേട്ടോ. പിന്നെ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി, ദോശയും സാമ്പാറുമായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിനുള്ള കുറച്ച് മാവുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് മാത്രം ദോശ ഉണ്ടാക്കി സാമ്പാർ കറിയും വെച്ചു. പിന്നെ നമ്മുടെ പുള്ളിക്കാരൻ എന്നുണ്ട്, ഈ ചാനുണ്ട്. അപ്പോൾ ഈ ചാനന്ന് നമ്മുടെ കുറച്ച് പ്രാവും കാര്യങ്ങളൊക്കെ മുകളിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരെയൊക്കെ കൊടുത്തു കേട്ടോ. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പിള്ളേരും അപ്പനും ഒക്കെ നന്നായിട്ട് മഴയിൽ കുളിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കുളിക്കുന്ന സമയമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പുള്ളിയപ്പോൾ ക്ലീനൊക്കെ ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ പ്രാവായിരുന്നു കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ പ്രാവ് കൂടെയൊക്കെ ഇരുന്നത് കൊണ്ട് കുറച്ച് ചെളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മഴയുള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി കഴുകി ഇറക്കാൻ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ അതെല്ലാം കഴുകി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതൊരു കുഞ്ഞ് ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളും കാണിക്കാനുള്ളതൊന്നും ഈ വീഡിയോയിലില്ല. പിന്നെ കുറച്ച് ക്ലീനിങ്ങും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.